ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം, സുഖല്ലേ? അപ്പോൾ അയൽവാസിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ്. കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്തുകൊണ്ടിരാ വിചാരിച്ചിട്ട്. അങ്ങാടിയിലത്തെ കറിവേപ്പില വാങ്ങലില്ല, ഇവിടുന്ന് കൊണ്ടുവരൽ തന്നെയാണ്. അപ്പോൾ കൊടുന്ന് വെച്ചാൽ ഒരു മാസത്തിനൊക്കെ ഉണ്ടാവും. അപ്പോൾ കവറിൽ കെട്ടിക്കാണ്ട് പാത്തക്കല കഴിഞ്ഞപ്പോൾ മെല്ലെ ഇങ്ങനെ പോയതാണ്. അപ്പോൾ ഓള് പച്ചക്കായ, കവുങ്ങുംതൈ, കർമൂസ, പച്ചക്കുരുമുളക് എനിക്ക് മീൻ കിട്ടുമ്പോൾ അതിലിട്ട് വെറ്റിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരച്ചുകൊണ്ട് വെറ്റിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നതാണ്. പിന്നെ തേങ്ങ ഇതൊക്കെ ഉണ്ട് കേട്ടോ. കരിവേപ്പിൻ്റെ തൈയും കുറച്ച് തന്ന്. ഞാൻ കുറേ കരിവേപ്പിൻ്റെ തൈ വെച്ച് നോക്കിയതാണ്. എനിക്ക് ഉണ്ടാവണമെന്നില്ല, തീർത്ത് വരും, പക്ഷെ അതേപോലെ ഇല്ലാതാവും. എന്തൊക്കെ കറിവേപ്പിൻ്റെ തൈയിന് വളമൊക്കെ ഇട്ട് കൊടുക്കലെന്നൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്താൽ വളരെ ഉപകാരം. നമ്മളിങ്ങനെ കിട്ടുമ്പോൾ ഒന്ന് കുഴിച്ചിടും, ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ വിചാരിച്ചിട്ട്. കവറിലൊക്കെ മണ്ണ് നിറച്ച് തന്നെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതൊന്ന് വെച്ചതാണ്. നല്ലോണം പിടിച്ചതിൻ്റെ ശേഷം നമുക്ക് മാറ്റി കുഴിച്ചിടാൻ വിചാരിച്ചിട്ടേ. 3-4 തൈ കുഴിച്ചിട്ടെ, അതേ ഒന്നുണ്ടായി കിട്ടിയാൽ അത് നമുക്ക് എന്നും ആവശ്യമാണല്ലോ. അങ്ങാടിയിലത്തൊക്കെ നല്ല വിഷം അടിച്ച് കൊണ്ടുള്ള കറിവേപ്പിലക്കാരം അതൊക്കെ കൊടുന്ന് നമ്മൾ നല്ലോണം വെള്ളത്തിലിട്ട് വെച്ച് 3-4 പ്രാവശ്യം കഴുകി അരിപ്പിയിൽ വാരി വെച്ച് വെള്ളമൊക്കെ വാർന്നതിന് ശേഷമാണ് ഉപയോഗിക്കാനും. മഴക്കാലം ആയതുകൊണ്ട് പിന്നെ പിടിച്ചിട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കവുങ്ങും തൈയൊക്കെ ഉണ്ട് കേട്ടോ. കവുങ്ങും തൈ ഞങ്ങൾക്ക് പിന്നെ വെക്കാൻ കൂടുതൽ സ്ഥലമൊന്നും ഇല്ലല്ലോ. അതാണിപ്പോൾ 3 സെൻറ്റ് സ്ഥലമാണ് ആകെ ഉള്ളത്. അതിൽ ഉള്ളിടത്ത് ഇങ്ങനെ വെക്കും. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ പൈപ്പ് ലൈൻ നടത്തിയിട്ട് പൈപ്പ് പോയിക്കണം. അപ്പോൾ അവിടെ തന്നെ കൊത്തി മാന്താനൊന്നും പറ്റൂല. അപ്പോൾ ആ ഒരു മൂല തന്നെ ഉള്ളൂ, അവിടെ ഇങ്ങനെ വെക്കുകയാണ്. മോനും പണിയെടുത്ത് തരികയാണ്. അവിടെ ആരും കുറച്ച് മണ്ണും ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു കുഴി, തെങ്ങ് കുഴീൻ്റെ ആയിട്ടുള്ള കുഴിയൊന്നും കുത്തണില്ല, അതിനുള്ള സ്ഥലമൊന്നുമില്ല. ചെറിയൊരു കുഴി എത്തിയിട്ട് നമ്മളതിൽ കവുങ്ങും തൈ കുരുവിൻ്റെ വള്ളിയാണ് വെക്കുന്നത്. കുരുവിൻ്റെ വള്ളി നന്നാക്കണം. അതൊന്ന് മണ്ണിൽ വെച്ച് കൊടുത്താൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞോളൂ. ഞാൻ പിന്നെ കുറ്റി കുരുമുളക് നമ്മളെ കൃഷിഭവനിൽ പോയിട്ട് ഒക്കെ കൊടുന്നുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് 30 രൂപയും കൊടുക്കണം. അത് വല്ലാതെ ഉണ്ടാവില്ല, ഒരു 3-4 തോക്കണൊക്കെ ഉണ്ടാവുള്ളൂ, കൂടുതലായി ടൈം ഉണ്ടാവില്ല. അതുണ്ടാവുന്നുണ്ട് ഇവിടെ. അതൊക്കെ വെച്ചേക്കണം. നമ്മളെ വീട്ടാവശ്യത്തിന്, കൂടുതലല്ല, നമ്മളെ വീട്ടാവശ്യത്തിന് നമുക്ക് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അത് വലിയ വള്ളി തന്നപ്പോൾ അത് മുറിച്ചിട്ട് ഞാൻ മണ്ണിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പടർത്തി കൊടുക്കാൻ മരങ്ങളും ഇല്ലല്ലോ. അപ്പോൾ ചെറിയ കവുങ്ങും തൈ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വളരുന്നുണ്ട്. ആദ്യത്തെ തൈയാണത്. നമ്മൾ വീട് വെച്ച അതിൽ വെച്ചതാണ്. അതിന്മേക്ക് മെല്ലെ കെട്ടി കൊടുക്കുകയാണ്. ഇങ്ങനത്തെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാക്കാൻ വലിയ പൂതിയാണ്. അതിന് സ്ഥലം സൗകര്യമൊക്കെ വേണം. ഉണ്ടാക്കിയാൽ ഉണ്ടാവാത്ത കേടൊന്നുമില്ല, ഉണ്ടാവലൊക്കെ ഉണ്ട്. സ്ഥലമില്ലാത്തൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ചെറിയ ഇതൊക്കെ വെക്കാം, മുളകും തൈ അങ്ങനത്തെ ഒക്കെ വെക്കാനുള്ള സ്ഥലമുള്ളൂ. വലിയ മരമായി വരുന്നൊന്നും ഇപ്പോൾ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. കവുങ്ങും തൈ 3 വർഷം കൊണ്ട് ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് കായ്ക്കണതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.